أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتل عليهم نبأ إبراهيم إذ قال لأبيه وقومه ما تعبدون قالوا نعبد أصناما فنظل لها عاكفين قال هل يسمعونكم إذ تدعون أو ينفعونكم أو يضرون قالوا بل وجدنا آباءنا كذلك يفعلون. صدق الله العظيم. സൂറത്തു ശുഅറാ 69 മുതൽ 74 വരെ. വത്ലു, നബിയെ താങ്കൾ ഓതി കേൾപ്പിക്കുക, അലൈഹിം അവർക്ക്, നബഅ ഇബ്രാഹിം ഇബ്രാഹീമിൻ്റെ വർത്തമാനം. നബഅ ന്യൂസാണ്, സംഭവിച്ച ഇതിൻ്റെ വിവരണം എന്നർത്ഥം. ഉള്ള സംഭവത്തിനാണ് നബഅ എന്ന് പറയാം. ഇത് ഖാല ലി അബീഹി, അദ്ദേഹം തൻ്റെ പിതാവിനോട് ചോദിച്ച സന്ദർഭം ഓർത്തു നോക്കുക. വ ഖൗമിഹി, തൻ്റെ നാട്ടുകാരോടും അല്ലെങ്കിൽ തൻ്റെ ജനതയോടും. മാ തഅ്ബുദൂൻ, എന്താണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ആരാധിക്കുന്നത്. നിങ്ങൾ ആരാധിക്കുന്ന അഥവാ ദൈവങ്ങളായി സ്വീകരിച്ചിട്ടുള്ള ഈ സാധനം എന്താണ് എന്നാണ് ചോദ്യം. ഖാലു, അവർ പറഞ്ഞു, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, അസ്നാമൻ ചില വിഗ്രഹങ്ങളെ, ഫനളല്ലു എന്നിട്ട് ഞങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും, ലഹ അതിന്, ആക്കിഫീൻ എഴുത്തിക്കാഫ് ഇരിക്കുന്നവർ, അഥവാ ഞങ്ങൾ അതിന്മേൽ ഭജന ഇരിക്കുന്നവർ ആയിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം, അഥവാ അത് ഒഴിവാക്കൂല. ഖാല, ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, ഹൽ യസ്മഊനക്കും, അത് നിങ്ങളെ കേൾക്കുന്നുണ്ടോ, ഇത് തദ്ഊൻ നിങ്ങൾ വിളിക്കുന്ന സന്ദർഭത്തിൽ, ഔ യൻഫഊനക്കും അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നുണ്ടോ, ഔ യദുറൂൻ അല്ലെങ്കിൽ അവർ വല്ല ഉപദ്രവവും ചെയ്യുന്നുണ്ടോ. ഖാലു അവർ പറഞ്ഞു, ബൽ വജദ്ന എന്നാൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ആബാഅന ഞങ്ങളുടെ പിതാക്കന്മാരെ, കദാലിക യഫ്അലൂൻ അപ്രകാരം പ്രവർത്തിക്കുന്നതായിട്ട്. മൂസ അലൈഹി സ്വലാമിൻ്റെ കഥയ്ക്ക് ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ കഥ വിവരിക്കുകയാണ് കഥയുടെ ഒരു പ്രത്യേക ഭാഗം. മൂസ അലൈഹി സ്വലാമിനേക്കാളും മുമ്പ് ജീവിച്ചയാളാണ് ഇബ്രാഹിം അലൈഹി സ്വലാം. പക്ഷേ ആദ്യം മൂസ നബിയുടെ കഥയാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ഓർഡർ, മൂസ അലൈഹി ഇബ്രാഹിമിൻ്റെ ജനതയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹം അവിടെ നിലനിൽക്കുന്നില്ല. വേദത്തിൻ്റെ ആളുകളായിട്ട് കാണുന്നത് ജൂതന്മാരെയൊക്കെയാണ്. അവരുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി അറബികൾക്ക് കുറേ അറിവുണ്ട്. അതുകൊണ്ട് തന്നെ മക്കയിലെ വമ്പന്മാർക്ക്, നേതാക്കന്മാർക്ക് താക്കീതാകുന്ന തരത്തിൽ ആദ്യം പറയാൻ പറ്റിയത് അത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കഥയാണ്, ഫിറൗനിൻ്റെ കഥ. അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറയാൻ രണ്ട് സാങ്കത്യങ്ങളുണ്ട്. ഒന്ന്, മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ പൂർവ്വപിതാവായിട്ട് ആദരിക്കുന്ന, അതോടൊപ്പം ജൂതന്മാരും തങ്ങളുടെ പൂർവ്വപിതാവായിട്ട് ആദരിക്കുന്ന വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം അലൈഹിസ്സലാം ജനങ്ങളോട് സംസാരിച്ചത്, അധികാരിയോട് സംസാരിച്ചതുണ്ട്, അതേ സംബന്ധിച്ചല്ല, ജനങ്ങളോട് സംസാരിച്ചത് എടുത്തു പറയുകയാണ്. അതിൻ്റെ കാരണം നേതാക്കന്മാരോട് പറയാനുള്ളത് മൂസാ നബിയുടെ കഥയിലൂടെ പറഞ്ഞിരിക്കുന്നു. ഇനി അവർ പറയും പോലെ കേട്ട് അവരുടെ പിന്നാലെ നടക്കുന്ന കുറേ ആളുകളുണ്ട് മക്കയിൽ. അവരെ ചിന്തിപ്പിക്കുവാൻ,
അവർ പൂർവ്വപിതാവായിട്ട് അംഗീകരിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ നാട്ടുകാരോടും പിതാവിനോടും ചോദിച്ച കാര്യങ്ങൾ, അത് കേൾക്കുമ്പോൾ ഇത് ഇവരോടുള്ള ചോദ്യങ്ങൾ തന്നെയായി തോന്നുന്ന വിധം അവതരിപ്പിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏതാനും ആയത്തുകളിൽ. വത്തുലു അലൈഹിം നബ ഇബ്രാഹിം, ഇബ്രാഹീമിൻ്റെ വാർത്ത അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുക. തങ്ങളുടെ പൂർവ്വപിതാവാണ് എന്നവർ അഭിമാനിക്കുന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇറാഖിലെ ഊർ നഗരത്തിൽ 2100 കൊല്ലം മുമ്പ് ആണ് അദ്ദേഹം ജനിച്ചതും ജീവിച്ചതും. ഭരണാധികാരി നമ്രൂദ് ആയിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പിതാവ്. ആ നമ്രൂദിൻ്റെ വിഗ്രഹാരാധനയാകുന്ന മതത്തിൻ്റെ മുഖ്യ നടത്തിപ്പുകാരനായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെയുള്ള ആസറിൻ്റെ മകനായ ഇബ്രാഹിം, അദ്ദേഹത്തിൻ്റെ കഥയാണ് കേൾപ്പിക്കുന്നത്. ഇത് ഖാല ലി അബീഹി വ ഖൗമിഹി മാ തഅ്ബുദൂൻ, അദ്ദേഹം തൻ്റെ പിതാവിനോട് ചോദിച്ച സന്ദർഭം ഓർത്തു നോക്കുക. വ ഖൗമിഹി, തൻ്റെ ജനതയോടും. മാ തഅ്ബുദൂൻ, നിങ്ങൾ എന്തിനെയാണ് ഇബാദത്ത് ചെയ്യുന്നത് എന്ന്. ഈ ചോദ്യത്തിൻ്റെ വരികൾക്കിടയിൽ ഒരു ധ്വനിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, മക്കയിലെ മുശ്രിക്കുകൾക്ക് അവരുടെ മതം വിട്ടുകൂടാ എന്ന നിലപാട് സ്വീകരിക്കുന്നത് പിതാക്കന്മാരുടെ മതം കൈയൊഴിക്കണ്ട എന്ന് വെച്ചിട്ടാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, അബൂ താലിബ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലുന്നുണ്ട്, ഈ അവസാന സന്ദർഭത്തിലെങ്കിലും സത്യമൊന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ മൂത്താപ്പ രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അബൂജഹൽ ഇടങ്കോലിട്ടു. അദ്ദേഹം ചോദിച്ചു, അബൂ താലിബെ, താങ്കൾ അവസാന നിമിഷത്തിൽ പിതാക്കന്മാരുടെ മതം കൈയൊഴിക്കുകയാണോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചുകൊണ്ട് അബൂ താലിബ് പറയുന്നുണ്ട്, മോനെ, നീ പറഞ്ഞത് ഞാൻ അവിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാനും അവസാന സമയത്ത് പിതാക്കന്മാരുടെ മതം വിട്ടു എന്ന് എന്നെക്കുറിച്ച് ആളുകൾ പറയുന്നത് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് സ്വീകരിക്കാത്തത് കേട്ടോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു. അപ്പോൾ പിതാക്കന്മാരുടെ മതം വിടുക എന്നത് എന്തോ ഒരു വലിയ ആനക്കാര്യമായിട്ട് വിചാരിക്കുന്ന ആളുകളാണ് മക്കയിലെ മുശ്രിക്കുകൾ. അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവരുടെ പൂർവ്വപിതാവായ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ആദ്യം ചോദ്യം ചോദിച്ചത് സ്വന്തം പിതാവിനോടാണ്. അതാണ് ലി അബീഹി പ്രത്യേകം എടുത്തു പറയുന്നതിൻ്റെ സാങ്കത്യം. പിന്നെ വ ഖൗമിഹി, ചോദിച്ചത് എന്താണ്? മാ തഅ്ബുദൂൻ, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്നത് അറിയാഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണോ? അല്ല. നമ്മൾ പറയാറില്ലേ, താൻ എന്താടോ ഈ കാണിക്കണത് എന്നൊക്കെ ശകാരമായിട്ട് പറയാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ന്, അബദ്ധം ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. താൻ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. എന്നതുപോലുള്ളൊരു ചോദ്യമാണ് മാ തഅ്ബുദൂൻ, എന്തിനെയാണ് നിങ്ങൾ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? ഖാലു നഅ്ബുദു അസ്നാമ, അവർ പറഞ്ഞു, ഞങ്ങൾ ചില വിഗ്രഹങ്ങൾക്കാണ് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇബാദത്ത് ചെയ്യപ്പെടുന്ന 2 സാധനമുണ്ട്. ഒന്ന് സനമ്, രണ്ടാമത്തത് നുസുബ്. നുസുബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃക്കാക്കരപ്പനെയൊക്കെ പോലെ അതിന് നിശ്ചിത രൂപവും കോലവും ഒന്നും ഉണ്ടാകുകയില്ല. അതാണ് പ്രതിഷ്ഠ. അതേസമയത്ത് സ്വനമ് എന്ന് പറയുന്നത് പണ്ടെങ്ങോ ജീവിച്ചു പോയ ഒരു ആളുടെ, ചിലപ്പോൾ വളരെ അതിശയോക്തിപരമായി ഒന്നിലധികം കൈകളും അങ്ങനെയൊക്കെയുള്ള കോലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച, അങ്ങനെ ഒരു പ്രത്യേക രൂപവും ഭാവവും ഒക്കെ പ്രകടിപ്പിക്കുന്ന സാധനങ്ങളാണ് അസ്നാമം. അതവർ വലിയ കാര്യമായിട്ടാണ് പറയുക. ഇവിടെ ഉള്ള മുശ്രിക്കുകളും അങ്ങനെ തന്നെയാണ്. വലിയ കഴിവാണ്, വേട്ട വന്നിരിക്കുന്ന പ്രതിഷ്ഠയാണ് അല്ലെങ്കിൽ രൂപമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ എല്ലാ വിഗ്രഹാരാധകരും കന്യാമറിയം കൈ ഇങ്ങനെ മേലേക്ക് ഉയർത്തി നിൽക്കുന്ന രൂപത്തിലുണ്ടാക്കി വെച്ചത് കാണാൻ കഴിയും. അങ്ങനെ വെറും എന്താണെന്നറിയാത്ത എന്തോ ഒന്നിനെയല്ല, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന
ഞങ്ങൾ ആദരിക്കുന്ന വലിയ ശക്തികളുടെ പ്രതിരൂപങ്ങൾ, അതിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഫനളല്ലു ലഹാ ആക്കിഫീൻ. അതിനാൽ ഞങ്ങൾ അവയ്ക്ക് ഇത്തിക്കാഫ് അല്ലെങ്കിൽ അവയെ പൂജിച്ച് ഭജന ഇരുന്നു കൊണ്ടേയിരിക്കും. ആരാധനയിൽ മുഴുകി കഴിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് വെറുതെ അല്ല. ഇതൊക്കെ വെറും കോലങ്ങൾ ഉണ്ടാക്കി വെച്ചതല്ല. ഇതൊക്കെ ഒരു കാലത്ത് ജീവിച്ച മഹാന്മാരുടെ പ്രതിരൂപങ്ങളാണ്, പ്രതിമകളാണ്. അവയെ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ച ചോദ്യം അള്ളാഹു എടുത്തു പറയുകയാണ്. അഥവാ ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടി മക്കാ മുശ്രിക്കുകൾ പറയുന്ന മറുപടി തന്നെയാണ്. അതുകൊണ്ട് മക്കാ മുശ്രിക്കുകളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചോദിക്കാനുള്ള ചോദ്യം റസൂലുള്ളാഹിന്റെ ചോദ്യമായിട്ടല്ല, പൂർവ്വപിതാവായ ഇബ്രാഹിം, മുശ്രിക്കുകൾ ആദരിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം നാട്ടുകാരോടും പിതാവിനോടും ചോദിച്ച ചോദ്യമായി പറയുകയാണ്. ആ ചോദ്യം ആ പഴയ കഥ പറയുകയാണ്, പക്ഷെ കൊള്ളുക ഇവരുടെ മനസ്സിലാണ്. ഖാല ഹൽ യസ്മഊനക്കും ഇത് തദ്ഊൻ. നിങ്ങൾ ഇവയെ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ വിളിക്കുമ്പോൾ അത് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ, അഥവാ കേൾക്കുന്നുണ്ട് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല എന്ന് അവരുടെ മനസാക്ഷി പറയുന്നുണ്ടാകും. ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഇത് നമ്മുടേതിനും പ്രസക്തമായ ചോദ്യമാണല്ലോ, ഇതും കേൾക്കുന്നൊന്നും ഉണ്ടാകുകയില്ല. ഔ യംഫഊനക്കും ഔ യദുറൂൻ. അല്ലെങ്കിൽ ഇനി അവയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അവയെ ആരാധിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമോ ദോഷമോ യഥാർത്ഥത്തിൽ കിട്ടുന്നുണ്ടോ? ഇതാണ് ചോദ്യം. അപ്പോൾ അവർ പറയുന്ന മറുപടി, മക്കാ മുശ്രിക്കുകൾക്ക് പറയാനുണ്ടാകുന്ന മറുപടിയും അവരെ ചിന്തിപ്പിക്കുന്ന മറുപടിയുമാണ്. ഖാലു ബൽ വജദ്ന ആബാഅന കദാലിക യഫ്അലൂൻ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടോ ദോഷം ഉണ്ടായിട്ടോ ഒന്നുമല്ല. അവ എന്തെങ്കിലും കേൾക്കുന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. പകരം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ പാരമ്പര്യം അതാണ്. അവരെങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അത് ഞങ്ങളും ചെയ്തു പോരുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നടത്തുന്ന ആളുകൾക്ക് ഇതിൽ യാതൊരു വിശ്വാസവും യഥാർത്ഥത്തിലില്ല. പിന്നെ പരമ്പരാഗതമായി നടന്നു വരുന്നതാണല്ലോ എന്ന് കരുതി അവരിങ്ങനെ നടത്തുകയാണ്. അത് നടത്താതിരുന്നാൽ എന്തെങ്കിലും ഉണ്ടാകും, എന്തെങ്കിലും ദോഷം വരും, അല്ലെങ്കിൽ കോപം തട്ടും, ശാപം തട്ടും എന്നൊക്കെ വെറുതെ അങ്ങ് വിശ്വസിക്കുകയാണ്. സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോൾ ഇത് വെറും കല്ലാണ് എന്ന് അവർക്കറിയാം. പക്ഷേ പൗരാണികർ ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് ഇത് ചെയ്തു വരികയാണ്. അതുകൊണ്ട് ഞങ്ങളിത് ഒഴിവാക്കിയാൽ മോശമല്ലേ എന്നുള്ള ഒരു ചിന്തയാണ് അവരെ നയിച്ചിരുന്നത്. അതേ ചിന്തയാണ് മക്കാ മുശ്രിക്കുകളെ നയിക്കുന്നത്. അത് വ്യക്തമാക്കുക കൂടിയാണ് ഈ കഥ പറയുന്നതിലൂടെ. അതുകൊണ്ടാണ് ഇത് എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. ഇത് തദ്ഊൻ അല്ല, പിന്നെ ചോദിച്ച സന്ദർഭം ഓർത്തു നോക്കുക എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്. ഇത് ഖാലലി അബീഹി വഖൗമിഹി. ആ സന്ദർഭം ഓർത്തു നോക്കുമ്പോൾ അത് തന്നെയാണല്ലോ ഇബ്രാഹിം എതിർത്തത് തന്നെയാണല്ലോ ഞങ്ങളും ചെയ്യുന്നത് എന്ന് മനസ്സിലാകും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പിതാക്കന്മാരുടെ ദീനിനെതിരെ തിരിഞ്ഞെങ്കിൽ ഞങ്ങളുടെ പൂർവ്വപിതാവായ ഇബ്രാഹിം അങ്ങനെ അതിൻ്റെ മുമ്പേ തിരിഞ്ഞിട്ടുണ്ട് എന്നും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലാണ് അള്ളാഹു ഇത് വിവരിക്കുന്നത്. വീണ്ടും അദ്ദേഹത്തിൻ്റെ ചോദ്യം തുടരുകയാണ് മറുപടിക്ക് ശേഷവും. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.